ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പം നസമോള് മടിയൊന്നും ഇല്ലാണ്ട് നഴ്സറി പോകാൻ വേണ്ടി എണീച്ചിട്ടുണ്ട്. അപ്പം പല്ലേക്കണം, കുളിക്കണം, ചാടിക്കണം അല്ലേ? അവിടെ നിന്നൊന്നും കഴിക്കൊന്നുമില്ല കേട്ടോ. ഓള് ചോറൊന്നുമില്ല, ചാടിക്കില്ല. അല്ല, ഫ്രണ്ട്സുകളപ്പുറം തിന്നുമ്പോൾ രസമല്ലേ? അപ്പം മോള് തിന്നോക്കേണ്ടി. എന്നാ വേണ്ട. അപ്പോൾ അസമോള് അങ്ങനെ മെല്ലെ മെല്ലെ മാറി വരും. നഴ്സറി പോകാൻ ഇപ്പം വലിയ മടിയില്ല. അവിടെ നിന്നൊന്നും കഴിക്കില്ല എന്നാണ് പറഞ്ഞത്. അപ്പോൾ അസമോള് ഇവിടുന്ന് ചായ ഒക്കെ കുടിച്ച് പോകൂലേ? എന്തായാലും ഒത്തിരിയൊക്കെ തിന്നോളേണ്ടി കേട്ടോ. അപ്പോൾ വിശക്കൂലേ മോക്ക്? വിശക്കുമ്പോൾ എന്താക്കൂ? എന്തേലും തിന്നണോ? അല്ല, ഞാൻ ടീച്ചർ ചീത്ത പറയൂലേ? ടീച്ചർ പറയും തിന്നാലേ വലിയ കുട്ടിയാവുള്ളൂ എന്ന്. അപ്പോൾ തിന്നണ്ടേ? അപ്പോൾ ഓക്ക് വേണ്ട. അങ്ങനെ പതിയെ പതിയെ ഇതൊക്കെ മാറും. നഴ്സറി പോയി കിട്ടുന്നുണ്ടല്ലോ, അതന്നെ വലിയ ഭാഗ്യം. ലസുവാ ഇതിൽ തിന്നണ്ടേ? അപ്പോൾ നമ്മൾ പല്ലേച്ചൊക്കെ വരാം, കുളിച്ചിട്ടൊക്കെ കാണട്ടെ. നസമോള് മാറ്റി സുന്ദരി ആയിട്ടുണ്ട്. അപ്പോൾ നമ്മളെല്ലാവരും എങ്ങോട്ടാ പോണത്? നഴ്സറിയിലേക്ക്. ഇനി അസുവ കാര്യമൊന്നുമില്ലല്ലോ? അസുവക്ക് ഇഷ്ടം. അസുവക്ക് ഉമ്മ ഒരു മിഠായിയൊക്കെ കൊടുത്തിക്കണല്ലേ? അത് തിന്നിട്ട് അസുവ നഴ്സറിയിൽ പോകും. അസുവ ചായ ഒന്നും അങ്ങനെ കുടിച്ചില്ല. കോഴിമുട്ട ഒരു കഷ്ണം തിന്നിട്ടുള്ളൂ. നഴ്സറിയിൽ പിന്നെ എല്ലാം ഉണ്ട്. ഓള് തിന്നൂലെന്നുള്ളൂ. അങ്ങനെ ഒന്ന് ശീലമായി വരണം. ഇനിയിപ്പോൾ ഞാൻ കുറച്ച് നേരം അവിടെ ഇരിക്കണം അല്ലേ? ആക്കി പോന്നിട്ട് എന്തോ ഒരു പാവം തോന്നുന്നു. കരയാണ്, നല്ല കരച്ചിലാണെന്നാണ് ടീച്ചർ പറഞ്ഞത്. അവള് വേഗം കരഞ്ഞാൽ ഛർദ്ദിക്കും. അപ്പോൾ ഇപ്പോഴും ഛർദ്ദിക്കുന്നുണ്ട്. അങ്ങനെ അസമോള് ഇവിടുന്ന് പോയാൽ സത്യം പറഞ്ഞാൽ എന്തോ പോലെ ഉണ്ട്. ഇവിടെ നിന്ന് ഒരാളങ്ങ് പോയ മാതിരി ഉണ്ട്. ഒരു എന്താ പറയുക, ഒരു സൈലൻ്റ് ആയിട്ടുണ്ട്. വീടൊക്കെ ഉണങ്ങിക്കിടക്കുക എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ആയിട്ടുണ്ട്. ഇപ്പോൾ ഇത്രയും നേരം ഇവിടെ ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ മോള് പോയാലും ഇപ്പോൾ ബസാർ നമ്മളെ അടുത്തേക്ക് പോയിട്ടുണ്ട്, അങ്ങാടിയിലേക്ക്. എന്തോ പോലെ ആവുന്നതെന്ന് പറഞ്ഞിട്ട്. അപ്പോൾ ഇപ്പോൾ 3 മണി ആവണം ഓളെ കൊണ്ടുവരണം എന്നുണ്ടെങ്കിൽ. ഇപ്പം 10:30 ആയിട്ടുള്ളൂ. ഇനിയിപ്പോൾ ടൈമൊക്കെ എങ്ങനെയാ പോവുക? ഓളെ കൂടെ അങ്ങനെ ഇവിടെ ഇരുന്ന് കളിക്കുകയൊക്കെ ചെയ്യണം. നഴ്സറി പറഞ്ഞിട്ട് ഇപ്പോൾ നീ ഫുഡ് കഴിക്കാൻ നേരത്ത് ഓള് കഴിക്കൂല. അപ്പോൾ ടീച്ചർ പറഞ്ഞാണ് എന്നെ വിളിക്കുന്നുണ്ട്. ടീച്ചറെ മടിയിൽ ഇപ്പോൾ ഇരിക്കുകയാണ്. ടീച്ചറോട് പറയുന്നുണ്ടല്ലോ. ഞാൻ അപ്പോൾ ടീച്ചറെ വിളിച്ച് നോക്കിയാലും ടീച്ചർ പറഞ്ഞേ എൻ്റെ അമ്മനൊന്ന് വിളിച്ച് തരുമോ, നമ്പർ ഞാൻ പറഞ്ഞുതരാം. എന്നിട്ട് നമ്പർ പറഞ്ഞു കൊടുത്ത് 1234 ആണ്, അതിൽ വിളിച്ച അമ്മനെ കിട്ടും എന്നൊക്കെ പറഞ്ഞത്. അപ്പോൾ ഇങ്ങനെ ഓളെ കാത്തിക്കാണ്. ടൈമാണെങ്കിൽ പോകുന്നില്ല, അല്ല ഞാൻ വേഗം ടൈം പോവിനും. ഇങ്ങനെ ഇരിക്കുകയാണ്. ഇനി കുറച്ച് പണിയുണ്ട്. അടിച്ച് വരണം, മടക്കി വെക്കാനുള്ളതുണ്ട്, അങ്ങനെ കുറച്ച് പണികളുണ്ട്. ഇപ്പോൾ പെരുന്നാളൊക്കെ ആയില്ലേ, അപ്പം അതിൻ്റെ ഒതുക്കി വെക്കലും കാര്യങ്ങളൊക്കെ ഉണ്ട്. അപ്പോൾ ഇങ്ങനെ ഇരുന്നിട്ട് കാര്യമില്ല. പണിയെടുക്കാനൊന്നൊരു മൂഡില്ല. ഇനി ഒരാഴ്ച ഉണ്ടാവും ഇങ്ങനെയെന്ന് പറഞ്ഞു ടീച്ചർ, പിന്നെ റെഡി ആവുമെന്ന് പറഞ്ഞു. അപ്പോൾ ഇത്ര ഉള്ളൂ. ഇനിയിപ്പോൾ ഞാൻ അവൾ വരുന്നത് കാണിച്ചു തരാം. പണിയെടുക്കാൻ പോയേരോ, പണിയെടുക്കുന്ന നേരം എന്തെങ്കിലും ഒരു പണിയെടുക്കുകയാണെങ്കിൽ ഓള് വന്നിട്ട് അത് കൊളാക്കും. അപ്പോൾ ആ ഒരു മിസ്സിങ് നല്ലോണം ഉണ്ട്. ഞാൻ എന്തെങ്കിലും എടുക്കുമ്പോൾ അതിൻ്റെ ഇടയ്ക്ക് വന്നിട്ട് എന്തെങ്കിലുമൊക്കെ പണി ഒപ്പിച്ച് പോവും. അപ്പം അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നുണ്ട്. അപ്പം ഞാൻ വിചാരിക്കുക കൂട്ടി കൊണ്ടുവന്നാലോ എന്നൊക്കെ. പക്ഷേ എന്നിപ്പം എപ്പോഴും ഇങ്ങനെ ആയാൽ പറ്റില്ലല്ലോ. അവിടെ ഇരിക്കട്ടെ കുറച്ചുകൂടി. ഇപ്പം കുറേ പറഞ്ഞു കൂട്ടിക്കൊണ്ടുവരുന്നത്. പക്ഷേ ടീച്ചർ പറഞ്ഞു നിങ്ങളങ്ങനെ കളിച്ചാൽ പിന്നെ ഓള് നിൽക്കും അങ്ങനെയൊക്കെ ചോദിച്ചു. പിന്നെ അവിടെ നിർത്തി. എന്താ മോളെ കൂട്ടാൻ വന്നാണ്. ഇപ്പം ചോറൊക്കെ തിന്നുന്നുണ്ട്. കുറച്ച് തിന്നാന്നുള്ള മോളുടെ ഹസ്ബൻഡ് അടുത്ത് നഴ്സറി ഇങ്ങനെ ഉണ്ടേനു? അടിപൊളിയാ? ഒന്നും കിട്ടിയില്ല? ചോറ് നീനോ? തിന്നോ? അടിപൊളിയേനോ? സെറ്റല്ലേ? ഇനി നാളെ പോവില്ലേ? നാളെ പോവില്ല?
അന്റെ സൗണ്ടൊക്കെ മാറിയല്ലോ, കരഞ്ഞിട്ടാ? നമ്മളിപ്പോ ഇങ്ങോട്ട് വരൂല ഉച്ചക്ക് രാവിലെ പോയാല് ഇതിനെന്താ ഛർദിച്ചില്ല? മോളെന്നാ പറയും എല്ലാരോടും മടിയില്ലാണ്ട് നഴ്സറി പോണെന്ന് പറയ്. അമ്മച്ചിനെ മിസ് ചെയ്തോ? അമ്മച്ചിനെ മിസ് ചെയ്തോ? അപ്പൊ ഞങ്ങള് വീട്ടിലെത്തി. ബായ് പറ. നീ മടിയില്ലാണ്ട് പോകുന്നു പറ. പോല ഇടക്കിടക്ക് പോണം. ഹലോ എന്നാ പോണ്ട. നമ്മള് നഴ്സറിയിലൊക്കെ പോയി വന്ന്. നീ കരയൂലല്ലോ? കരയരുത്. ഞാനിവള് കരയൊന്നുമില്ല. ഇവിടെ അജുവല്ലായിട്ട് എന്തോ പോലെ ഉണ്ട്. അമ്മച്ചി ഒരു പണിയെടുത്തില്ല. ബൈ പറയും. അപ്പൊ ഇനി പുതിയ വീഡിയോ ആയിട്ട് വരുന്നവരെ ബൈ.